ആളിക്കത്തിപ്പടരട്ടെ LDF സിന്ദാബാദ് LDF സിന്ദാബാദ് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നാടി വടിക്കാൻ പൊക്കൂടെ പൈലൻ വന്നു എബി വന്നു പൈലൻ വന്നു എബി വന്നു ജിബു വന്നു എന്ന് വരണം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് LDF സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് LDF സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ജനങ്ങളാകെ പട്ടി കടിക്കും LDF എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൻ്റെ ചെയർമാൻ ഷിബു വാലപ്പൻ ഇരിക്കുന്ന ചേംബറിൻ്റെ തൊട്ടു മുന്നിലാണ്. ഇന്ന് കാലത്ത് ഒരു 10:00 കൂടിയിട്ട് LDFൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് നഗരസഭ അങ്കണത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 12ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ യാതൊരുവിധ ഇടപെടൽ നടത്തിയില്ല എന്നാരോപിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് LDFൻ്റെ നേതാക്കന്മാർ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ LDFൻ്റെ പ്രതിഷേധം ഇന്ന് റാലിയായിട്ട് വരികയും അതിൻ്റെ മുന്നിലുള്ള പ്രവർത്തകർ ഈ നഗരസഭ ഓഫീസിന് മുന്നിലുള്ള ഗേറ്റ് തള്ളി തുറന്ന് പോലീസിനെ തട്ടിമാറ്റി മുന്നിലൂടെ കയറി ഇവിടെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ച് ഈ മുന്നിലൂടെ പോരുന്ന വഴിക്ക് ചെടിച്ചട്ടികൾ മറ്റു സംഗതികളൊക്കെ ഉണ്ടായിരുന്ന കസേരകൾ അതെല്ലാം തന്നെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വെച്ച് തകർത്ത് മുകളിലേക്ക് ചെയർമാൻ ഷിബു വാലപ്പൻ്റെ ചേംബറിലേക്ക് തള്ളിക്കയറി അവിടെ നിന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആണ് ഇന്നുണ്ടായത്. ഷിബു വാലപ്പനും വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി, അതുപോലെ തന്നെ കൗൺസിലർമാരായിട്ടുള്ള ജോജി കാട്ടാളൻ തുടങ്ങിയവർ ഈ ചേംബറിൽ ഷിബു വാലപ്പൻ്റെ ചേംബറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. കുറേയേറെ സമയം LDFൻ്റെ പ്രവർത്തനം മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഈ തെരുവുനായയുടെ വിഷയം ഇത് പരിഹരിക്കാൻ പറ്റാത്ത ഷിബു വാലപ്പൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് LDF പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ മാർച്ച് നഗരസഭാ കാര്യാലയത്തിൻ്റെ അകത്തേക്ക് കയറുകയും ഇവിടെ ഷിബു വാലപ്പൻ്റെ ചെയർമാൻ ചേംബറിലേക്ക് കടക്കുകയും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ നഗരസഭാ കാര്യാലയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഈ തെരുവുനായ ശല്യത്തെ തുടർന്ന്. യാതൊരുവിധ ഇടപെടലുകളും ചെയ്യുന്നില്ല. 12ഓളം പേർക്ക് ഇന്നലെ കടിയേറ്റു. ജനങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞത് ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം തന്നെ ഇന്നോവ കാറുകളിലും സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരാണ് പട്ടികളുടെ കടികൊണ്ട് അതിരൂക്ഷമായ രീതിയിൽ ഭയാനകമായ രീതിയിൽ ഏറ്റവും ദാരുണമായ രീതിയിൽ ഈ ആക്രമണത്തിന് ഇരയാകുന്നു. ഇതിൽ യാതൊരുവിധ ഇടപെടലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് LDFൻ്റെ പ്രവർത്തകർ ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്.